ദിവസവും 400 രൂപക്ക് കുടിവെള്ളം വാങ്ങിക്കേണ്ട ദുരവസ്ഥയിലുള്ള ഒരു പ്രദേശമുണ്ട് വളാഞ്ചേരി നഗരസഭയിൽ. അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം പോലും ലഭ്യമാകാൻ ആവാത്ത പ്രായമായവരും കുരുന്നുകളും വിദ്യാർത്ഥികളും നരകയാതന അനുഭവിക്കുന്നത് ഏറ്റവും നല്ല നഗരസഭയ്ക്ക് അവാർഡ് വാങ്ങിയ വളാഞ്ചേരി നഗരസഭയിലെ ഒരു പ്രദേശമാണ് എന്നതാണ് യാഥാർത്ഥ്യം. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജനിച്ചു വീണത് മുതൽ കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന ഒരു പ്രദേശമുണ്ട് വളാഞ്ചേരി നഗരസഭയിൽ. വളാഞ്ചേരി നഗരസഭ 25ാം വാർഡ് മാരിക്കുന്നിലെ 100ഓളം വരുന്ന പ്രദേശവാസികളാണ് ഈ പ്രദേശത്തെ റോഡുകൾ കണ്ടാൽ നമ്മൾ ബീഹാറിലോ ഒറീസയിലോ എത്തിയ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അത്രയേറെ ഈ പ്രദേശത്തെ നഗരസഭ അവഗണിച്ചിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇവിടുത്തെ റോഡുകൾ. അടിസ്ഥാന വിഭാഗത്തിൽ പെട്ടത് കൊണ്ടായിരിക്കാം തങ്ങൾക്ക് ഈ അവഗണനയെന്ന് അവരുടെ മുഖത്തെ ദയനീയതയിൽ നിന്നും വായിച്ചെടുക്കാം. നഗരത്തെ മനോഹരമാക്കുന്ന തിരക്കിൽ നഗരസഭയിലെ മാറി മാറി വന്ന ഭരണസമിതികൾ വർഷങ്ങളായി അവഗണിച്ച ഒരു പ്രദേശമാണിത്. നഗരസഭ ചെയർപേഴ്സണാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്നതാണ് ഏറെ കൗതുകരം. ദുരിതം കൊണ്ട് വിദ്യാർത്ഥികളായ കുട്ടികൾ മാതാപിതാക്കളോട് വെള്ളമുള്ള സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസം മാറണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. അത് സംഭവിച്ചാൽ അടിസ്ഥാന ജനവിഭാഗത്തെ അവഗണിക്കുന്ന വളാഞ്ചേരി നഗരസഭാ സംവിധാനം എത്രത്തോളം പരാജയമാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഈ 10-30 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഈ മാരിക്കുന്ന് പ്രദേശത്ത് പുറയങ്കാട്ടിൽ വന്നിട്ട് താമസം തുടങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ ഈ വെള്ളം ഈ 400 റുപ്യ 350 റുപ്യക്ക് ഇറക്കി, പിന്നെ 400 റുപ്യയായി, 250 റുപ്യയിൽ 300ആയി, 350ആയി, പിന്നെ 400ആയി. ഇപ്പം ഇന്നലെയും കൂടി ഇവിടെ 400 രൂപ വെള്ളം അടിച്ചിട്ട് ഇന്ന് 2 ലോഡ് വെള്ളം പോയിട്ടുണ്ട്. ഇവരെല്ലാവരും വെള്ളം അടിക്കുകയാണ്, കായിനടിക്കുകയാണ്. ഈ നയിച്ചാൽ പൈസ എത്ര കിട്ടുകയെന്ന് വെള്ളം സാറങ്ങൾക്കോ കാര്യങ്ങളുള്ളതായി. അപ്പം ആ പൈസ വെള്ളം അടിക്കുമ്പോൾ ഒരു കുട്ടികൾ തോക്കണം, ആ തോക്കട് മാറ്റം വേണം, ഡോക്ടർക്ക് പോകണം, ചിലവും കഴിക്കണം, ഈ പൈസയും കൊടുക്കണം. അപ്പോൾ ഒരു നിർക്കലി ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. നമുക്ക് കുടിവെള്ളം വേണം. കുടിവെള്ളം ഇല്ലാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതം ഒരു ദിവസം നമ്മൾ പണിയെടുക്കുന്ന ഒരു 10-800 റുപ്യ കൂലി നമുക്ക് കിട്ടുന്നുണ്ട്. 400 റുപ്യ കൊടുക്കണം നമുക്ക് 1000 ലിറ്റർ വെള്ളം. ഈ 1000 ലിറ്റർ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തേക്ക് തയ്ക്കണം. ഒരു 3-4 ദിവസം 1000 ലിറ്റർ വെള്ളം വെച്ചോളൂ. വീണ്ടും വേണം അതേപോലെ അടിക്കുക. അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് നോക്കണം, കുട്ടികളുടെ പഠിത്തം നമുക്ക് നോക്കണം. ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഒന്നേറെ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാത്തത്. 1000 ലിറ്റർ വെള്ളത്തിന് 400 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം അടിക്കുന്നത് ഈ ഭാഗത്ത്. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ 800 രൂപ കൂലി കിട്ടിയാൽ തന്നെ പകുതി വെള്ളം അടിക്കാനുള്ള കാശുള്ളൂ. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജില്ലാ കളക്ടർ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് വെള്ളം തരണം. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം അടിക്കുന്നത്. സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് ജില്ലാ കളക്ടറോടാണ് ഒക്കെ പറയാനുള്ളത്. വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മ അച്ഛനൊക്കെ വെള്ളം 400 രൂപയ്ക്ക് അടിച്ചിട്ടാണ് ഇപ്പോൾ വെള്ളമൊക്കെ കയ്യിലിരിക്കുന്നത്. ഞാൻ അവിടെ ജനിച്ച മുതലേ വെള്ളമൊക്കെ ഇല്ലായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ അച്ഛൻ ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.